നമസ്കാരം. ഇറാനും ഇസ്രായേലും യുദ്ധമുണ്ടായപ്പോൾ ഹോർമുഡ് കടലിടുക്ക് അടച്ചാൽ ഇന്ത്യയിലേക്ക് എങ്ങനെ ക്രൂഡ് ഓയിൽ എത്തുമെന്ന ആശങ്ക തുടക്കത്തിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അതിനൊരു കൃത്യമായ ഉത്തരം കിട്ടി. ഇന്ത്യയിൽ പെട്രോളിയം ഡീസലിനും വില വൻതോതിൽ ഉയരുമോ എന്ന ചോദ്യവും ഉയർന്നു. എന്നാൽ ഭാരതത്തിന് എല്ലാ കാര്യത്തിലും ഒരു മുൻവിചാരം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ല. പ്രത്യേകിച്ച് മറ്റെല്ലാ രാജ്യങ്ങളും ക്രൂഡ് ഓയിൽ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുമ്പോൾ ഇവിടെയെല്ലാം സേഫാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം തന്നെയാണ് ഒരു പരിധിവരെ ഇതിന് കാരണം. നേരത്തെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ മാത്രം എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ അമേരിക്ക, നൈജീരിയ, അങ്കോള, ബ്രസീൽ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ന്യൂയൻസ് കനാൽ, പനാമ കനാൽ, ആഫ്രിക്ക വഴിയുള്ള കടൽ വഴി എന്നിവയിലൂടെയാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എത്തുന്നത്. അതിനെല്ലാം അപ്പുറമാണ് ഇന്ത്യയുടെ എണ്ണ സംഭരണ ശേഷി. 1990കളിലെ ഗൾഫ് യുദ്ധകാലത്താണ് എണ്ണ പ്രതിസന്ധി നേരിടാനുള്ള സാധ്യത സംബന്ധിച്ച് ഇന്ത്യ മനസ്സിലാക്കിയത്. കൂടുതൽ വാങ്ങി സൂക്ഷിക്കാമെന്ന് 1998 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ആശയമുയർന്നു. തുടർന്നാണ് രാജ്യത്ത് 3 സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമാണിവ. കൂടാതെ 2 സംഭരണ കേന്ദ്രം കൂടി നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് ആണ്. നിലവിലുള്ള 3 സംഭരണ കേന്ദ്രങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 90 മീറ്റർ താഴെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 10 നില കെട്ടിടത്തിന്റെ വലുപ്പത്തിലാണ് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ ഗുഹകൾ. ആന്ധ്രയിലെ വിശാഖപട്ടണം, കർണാടകയിലെ മംഗലാപുരം, പട്വൂർ എന്നിവിടങ്ങളിലാണ് നിലവിൽ എണ്ണ സംഭരണ കേന്ദ്രം. 5.33 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ഇവിടെ സംഭരിക്കാം. അതായത് ഇന്ത്യയുടെ മൊത്തം ഉപയോഗം കണക്കാക്കിയാൽ 10 ദിവസത്തേക്കുള്ള എണ്ണയുണ്ടാകും. ഒഡീഷയിലെ ചണ്ഡിഗോൾ, കർണാടകയിലെ പട്വൂർ എന്നിവിടങ്ങളിൽ 2 സംഭരണ കേന്ദ്രം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്നുമുണ്ട്. നിർമ്മാണത്തിനുള്ള 2 6.5 മില്യൺ മെട്രിക് ടൺ സംഭരിക്കാൻ ശേഷിയുള്ളതാണ്. ഇവിടെ നിർമ്മാണം പൂർത്തിയായാൽ 22 ദിവസം ഉപയോഗിക്കാനുള്ള എണ്ണ സംഭരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇതിനു പുറമെ എണ്ണ കമ്പനികൾ സംഭരിക്കുന്ന എണ്ണയുമുണ്ട്. കുറച്ചു ദിവസത്തേക്ക് എണ്ണ ഇറക്കുമതി ഇല്ലെങ്കിലും ഇന്ത്യയെ ബാധിക്കില്ല എന്ന് ചുരുക്കം. എന്നാൽ കുറെ കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. 2020 കോവിഡ് കാലത്ത് എണ്ണവില കുത്തനെ കുറഞ്ഞ വേളയിൽ ഇന്ത്യ വൻതോതിൽ സംഭരിച്ച് 5000 കോടി രൂപയോളം സമ്പാദിച്ചിരുന്നു. വളരെ ആഴത്തിൽ കല്ല് തുരന്നാണ് സംഭരണ കേന്ദ്രം ഉണ്ടാക്കുന്നത്. ഇതിനാൽ ആക്രമണങ്ങളിൽ തകരുകയുമില്ല. സ്വീഡനിൽ നിന്നാണ് ഈ മാതൃക പഠിച്ചത്. പിന്നീട് ഫിൻലാൻഡ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും ഭൂമിക്കടിയിൽ എണ്ണ സംഭരണ കേന്ദ്രം തയ്യാറാക്കിയിരുന്നു. ഇന്ത്യയുടെ സംഭരണ കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തന സജ്ജമായാൽ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, റഷ്യ, അമേരിക്ക, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് അധികം വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.